ഈ ദുനിയാവെല്ലാവരും എല്ലാം കൂടി കൂട്ടിയാലും അത് ഖലീലാണ്. ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ഈ ദുനിയാവെല്ലാം കൂടി കൂട്ടിയാലും ഖലീല, കുറച്ചേ ഉള്ളൂ. അതേ സമയത്ത് ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ ഖൈറാണ്. വൽ ആഖിറത്തു ഖൈറുൻ. ഇതേ ആയത്തിൽ 269 അൽ ബഖറയിൽ പറയുന്നത് വമൻ യൂതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പുറത്ത് പറയുന്നത് എന്താ പറഞ്ഞത്? വൽ ആഖിറത്തു ഖൈറുൻ ഖുൽ മതാഉ ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൻ വൽ ആഖിറത്തു ഖൈറുൻ. ആഖിറം ഖൈറാണ്, ആഖിറം ഖലീലല്ല, ഖൈറാണ്. ദുനിയാവോ എല്ലാം കൂടെ കൂട്ടിയാലും അത് ഖലീലാണ്. അതേ സമയത്താണ് ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ ദുനിയാവ് ആകെ കൂടെ കൂട്ടിയ ഖലീലാണ്, എന്നാൽ ഹിക്മത്ത് കിട്ടിയാലോ ഖൈറുമല്ല. വമൻ യൂതൽ ഹിക്മ, ഒരാൾക്ക് തത്വജ്ഞാനം തുറന്നു കിട്ടിയാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, കസീറായ ഖൈർ ലഭിച്ചു. പക്ഷേ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, അകക്കാമ്പുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പം നിങ്ങൾ കുട്ടികളെ ചിന്തിക്കണം. ഡാറ്റാസിൽ നിന്നാണ് അത് കസ്ബിയാണ്. കസ്ബിൽ നിന്ന് ഹിക്മത്തിൽ എത്തും, കസ്ബില്ലാതെയും ഹിക്മത്തിൽ എത്തും. ഉദാഹരണം പറയാം, കസ്ബിൽ നിന്ന് ഹിക്മത്തിലെത്തിയ മഹാന്മാരെ ഞാൻ പറയാം, കസ്ബില്ലാതെ ഹിക്മത്തിലെത്തിയ ചില മഹാന്മാരെയും പറയാം. കസ്ബിൽ നിന്ന് ഹിക്മത്തിൽ എത്തിയ മഹാനാണ് ഇമാം ഗസാലി. അവർക്ക് പറ, അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. കഴിഞ്ഞ 1000 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ ഒരു ആൺകുട്ടിയെ മുസ്ലിം ലോകം പ്രസവിച്ചിട്ടില്ല. അങ്ങനത്തെ ആൺകുട്ടിയാണ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അബു ഹാമിദുൽ ഗസാലി, ഷെയ്ഖുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി. ആദ്യം അവർക്ക് ഇൽമ കിട്ടി, പിന്നെ അവർക്ക് ഹിക്മത്ത് കിട്ടി. ഇൽമ എപ്പോഴും കസ്ബായിരിക്കും, അതായത് ഇപ്പങ്ങൾ എടുക്കുന്ന പണി. ഇപ്പങ്ങൾ എടുക്കുന്ന ഹിക്മത്തിന്റെ പണിയല്ല, ഇൽമിന്റെ പണിയാണ്. ഇൽമിൽ ആത്മാർത്ഥത പുലർത്തിയവർക്ക് പിന്നെ എന്ത് കിട്ടും? കണ്യത്തിനെ പോലെ, ശംസുലമയെ പോലെ. ഉദാഹരണം എളുപ്പം പറയാൻ കഴിയും. കണ്യത്തിന് ആദ്യം ഇൽമ കിട്ടി, പിന്നെ എന്തു കിട്ടി? ഹിക്മത്ത്. ഹിക്മത്ത് കിട്ടി ആ മനുഷ്യനെ ആരും തള്ളാൻ കഴിയില്ല. ശത്രുക്കൾ ഉണ്ടാവും, ശത്രുക്കൾ മുത്തനബിക്കുണ്ട്. പക്ഷെ ശത്രുവിന്റെ ഉള്ളിലും ഒരു മഹബത്ത് ഉണ്ടാവും, നല്ല മനുഷ്യന്. കണ്യത്ത് ആദ്യം ഇൽമ കിട്ടി, പിന്നെ ഹിക്മത്ത് കിട്ടി. ശംസുലമ ആദ്യം ഇൽമ കിട്ടി, പിന്നെ ഹിക്മത്ത് കിട്ടി. ഹിക്മത്ത് കിട്ടിയാലോ, ഹിക്മത്ത് കിട്ടിയാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, വലിയ ഖൈർ കിട്ടി, ധാരാളം കിട്ടി. അബു ഹാമിദുൽ ഗസാലി, ബഹുമാനപ്പെട്ട മഹാനായ യഹ്യ ബിൻ ശറഫ് അന്നവവി റളിയല്ലാഹു അൻഹു പറയാതെ എന്തിനായിരിക്കണം മോനെ? യഹ്യ ബിൻ ഷറഫിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കേ. ലോകാവസാനം വരെയുള്ള ആളുകൾ സനാഹ് ചെയ്താലും തീരാത്തത്ര നല്ല മനുഷ്യനാണ് യഹ്യ ബിൻ ഷറഫ്. ഇമാം നവവി ആദ്യം ഇൽമ കിട്ടി, പിന്നെ ഹിക്മത്ത് കിട്ടി. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി ആദ്യം ഇൽമ കിട്ടി, പിന്നെ ഹിക്മത്ത് കിട്ടി. ഇൽമ കിട്ടാതെയും ഹിക്മത്ത് കിട്ടിയവർ ഉണ്ട്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു, അവർക്ക് ഹിക്മത്തും ഇൽമും ഒപ്പാ കിട്ടിയത്. ഒരു അത്ഭുത മനുഷ്യനാണ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. എന്നാണോ ഹിക്മത്ത് കിട്ടിയത്, അന്ന് ഇൽമും കിട്ടി. അവർ ലോകം കണ്ട ഒരു അത്ഭുത പ്രതിഭയാണ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. അങ്ങനെയും അങ്ങനെ ആളെ കാണാൻ കഴിയും, ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇന്ത്യയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അല ഹസ്രത്ത്, ബഹുമാനപ്പെട്ട മഹാനായ അല ഹസ്രത്തിൻ്റെ പൂർത്തിയായ പേരെന്താ? പൂർത്തിയായ പേര് അല ഹസ്രത്തില്ലേ ഇവിടെയുള്ള, എന്താ അവർക്ക് പറയാ? അല ഹസ്രത്ത്. ഞാൻ ഈ 4 ചുമരിൻ്റെ അപ്പുറത്തേക്ക് വിജ്ഞാനം തേടിപ്പോയിട്ടില്ല എന്നാണ് അല ഹസ്രത്ത് പറഞ്ഞത്. അദ്ദേഹം ഹക്കീമാണ്, ഭയങ്കര ആളാണ്. അങ്ങനെ ഒരാളെ അടുത്ത കാലത്തൊന്നും ഇന്ത്യ പ്രസവിച്ചിട്ടില്ല. അതാണ് അല ഹസ്രത്ത്. എന്താ അവരെ പേര്? മറ്റേ ഇവര് ഇവിടെ കിടക്കണേ, എന്താ നമ്മളിപ്പോൾ അവർ പറയാ? ബറേൽവി ഷെരീഫ് കിടക്കണ അവർ, ബറേൽവി ഷെരീഫ് കിടക്കണ അവരാണ് അല ഹസ്രത്ത്. അഹമ്മദ് ഖാൻ ബറേൽവി ഒരേ സമയത്ത് 2 ഫത്വ എഴുതി കൊടുക്കും. ഒരു കൈ കൊണ്ട് ഇങ്ങനെ എഴുതും, ഒരു കൈ കൊണ്ട് ഇങ്ങനെ എഴുതും. അങ്ങനെ ഒരാളെ അടുത്ത കാലത്ത് ഇന്ത്യ പ്രസവിച്ചിട്ടില്ല. ഹക്കീമാണ്. അങ്ങോട്ട് ഭാര്യക്കോടി കൊടുത്തതാ, മുത്തുനബി കൊടുത്തതാ. മുത്തുനബി ഭാര്യക്കോരി അങ്ങോട്ട് കൊടുത്തു. അള്ളാഹിൻ്റെ ഹബീബാണ് എന്നെ പഠിപ്പിച്ചതെന്നും അവർ പറഞ്ഞിട്ടുണ്ട്.
ഈ ചുമരിൻ്റെ ഉള്ളിലേക്ക് റസൂലുള്ള വന്ന് എന്നെ പഠിപ്പിച്ചതാണ്. ഒരു ഹക്കീമുൽ ഉമ്മത്താണ്, ഒരു വലിയ മനുഷ്യനാണ്. അവരെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഞാൻ അതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊക്കെ നന്നാകാൻ കഴിയും. അറിവ് അള്ളാഹിൻ്റെ സമ്പത്താണ്. അതിനെ പറ്റിയ ആളെ കിട്ടിയ അള്ളാട്ട് കൊടുക്കും. കൊടുത്താൽ നമ്മളാട്ട് കുടുങ്ങും. കോഴി ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. 42 കൊല്ലം ദർസ് നടത്തി. പിന്നെ ഹിക്മത്ത് കിട്ടിയില്ല. അപ്പോൾ നാട് വിട്ടുപോയി. രാജാവിനോട് പറഞ്ഞു ഞാൻ ഹജ്ജിന് പോവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നാട് വിട്ടുപോയി. ഹജ്ജിന് തന്നെ പോയതും പക്ഷേ ഹജ്ജിനെത്തിയില്ല. ഹജ്ജിനെത്തുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ട്. അതാണ് അബൂ ഹാമിദുൽ ഗസാലി. ഒരു രാത്രി ഖുബ്ബത്തു സഖറയുടെ അടിയിലിരിക്കുമ്പോൾ ഫതഹ അല്ലാഹു അലൈഹി, അള്ളാഹ് തുറന്നിട്ട് കൊടുത്തു. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു. പിന്നെ വയലൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യകാലത്ത് വയൽ പറഞ്ഞു, പിന്നെ വയലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയവർക്കൊക്കെ ഈമാൻ കിട്ടി. പിന്നെ ബഗ്ദാദിൽ തിരിച്ചു വരുന്നത് 1106 AD 1096 ഇമാം ഗസാലി നാട് വിടുന്നത്. പിന്നെ ഇതിലൊക്കെയോ പോയി പള്ളിൻ്റെ മുക്രിയായി പാർത്തു. ഡമാസ്കസിലെ പള്ളിയിൽ മുദരിസിൻ്റെയും കുട്ടികളുടെയും കാർപ്പറ്റ് തുടക്കണ പണിയിരുന്നു. അപ്പോൾ മുദരിസ് പറയും, ഇടക്കിടക്ക് പറയും, ഖാലൽ ഇമാമുൽ ഗസാലി തഹ്ത ഹാദിഹിൽ ആയ, ഈ ആയത്തിന് ഗസാലി പറഞ്ഞ വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഗസാലി അവിടെ എന്താണ്? കാർപ്പറ്റ് തുടക്കും. ഗസാലി അവിടെ കാർപ്പറ്റ് തുടക്കും. എന്തുകൊണ്ട്? ഇൽമ എനിക്ക് അഹങ്കാരം വരുത്തുമെന്ന് ആ മഹാൻ മനസ്സിലാക്കി. പിന്നെ പള്ളി മുക്കിലായി ജീവിച്ചു 10 കൊല്ലം. 10ാമത്തെ കൊല്ലം അല്ലാഹു ഫതഹ കൊടുത്തു. പിന്നെ ബഗ്ദാദിലേക്ക് തിരിച്ചു വന്നു. വേളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു മനുഷ്യ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഈമാൻ കിട്ടും. എന്നിട്ട് കിട്ടന്നെ ആ സ്വഹാബിക്കൻ നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും എന്നതുപോലെ നക്ഷത്രം വെള്ളറേണ്ട ആവശ്യമില്ലല്ലോ. നക്ഷത്രത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് വെളിച്ചം കിട്ടും എന്നതുപോലെ അല്ലാഹു ഒരു ദർജ കയറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇൽമാണ്, ഡാറ്റാസാണ്. നമ്മൾക്ക് അല്ലാഹു തആല പിന്നെ ഹിക്മത്ത് തരും, പേടിക്കണ്ട. ഹിക്മത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. മൻസർ ഞാമീൻ പറയും അല്ലാഹു ഹിക്മത്ത് തരട്ടെ. അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ ഇൽമിനോട് ആത്മാർത്ഥത പുലർത്തുക. പിന്നെയും പഠിക്കന്നെ. എത്ര വട്ടം പഠിച്ചാലും വേണ്ടില്ല. എത്ര വട്ടം പഠിച്ചാലും കൊണ്ടുപോകില്ല ചോരന്മാർ. കൊടുക്കുന്തോറും ഏറിടും മേന്മ നൽകും മഹൽ ഗുണം. വിദ്യ തന്നെ മഹാതരം. അറിവിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. അറിവുണ്ടോ ആരെയും അടിമയാക്കും. എല്ലാവരും അറിവുള്ളവൻ്റെ അടിമയായിരിക്കും. അറിവാണ്. ആ അറിവിൽ നിന്ന് പിന്നീട് ഹിക്മത്ത് കിട്ടും, തത്വജ്ഞാനം കിട്ടും. അപ്പം നിങ്ങൾ വലിയ സൂഫികളും സാലിഹ്യങ്ങളൊക്കെ ആയി ഒരു കാലത്ത് കണ്ണിയത്തിനെ പോലെയായി മരിച്ചു പോകാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എങ്ങനെ കണ്ണിയത്തുണ്ടായത്? കണ്ണിയത്ത് ഒരു ദിവസം ഉണ്ടായതല്ല. കണ്ണിയത്ത് ഇൽമിനോട് ആത്മാർത്ഥത പുലർത്തിയപ്പോൾ അദ്ദേഹം അള്ളാഹു എന്ത് കൊടുത്തു? ഹിക്മത്ത് കൊടുത്ത. കുട്ടിയൊക്കെ മനസ്സിലായില്ലേ? കണ്ണിയത്ത് ഇൽമിനോട് ആത്മാർത്ഥത പുലർത്തിയപ്പോൾ അള്ളാഹു കൊടുത്തതാണ് എന്ത്? ഹിക്മത്ത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹിക്മത്ത് കൊടുക്കും. അപ്പൊ ആര് തരണം? പറയാ, ഹിക്മത്ത് ആര് തരണം? അള്ളാഹു തരണം. അങ്ങോട്ട് കിട്ടും. ഇൽമിനോട് എങ്ങനെ ഇൽമിനോട് ആത്മാർത്ഥ പുലർത്തുക? പഠിക്കുക, പിന്നെ പഠിക്കുക, പിന്നെ പഠിക്കുക. ഒരു കാര്യം ഉസ്താദ് പറഞ്ഞെന്ന്, ഒരു ദർസ്, 2 ദർസ്, 3 ദർസ്, 4 ദർസ്, 5 ദർസ് ആ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അന്ന് വൈകുന്നേരം ഒരാൾ പറഞ്ഞു, എന്നാ കിതാബ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായോ? ആ മനസ്സിലായി. എന്നാൽ എനിക്കൊന്ന് ഓതിക്കൊണ്ട. അപ്പോൾ ഓതി കൊടുക്കും. ഇതാണ് ഞങ്ങളെ കാലത്തൊക്കെ ഇൽമിൻ്റെ അടിസ്ഥാനം. ആ ഇൽമ് ഓതിക്കൊടുത്ത് ചില കട്ടിയുള്ള ഇൽമുകളൊക്കെ, ചില കട്ടിയുള്ള കിതാബുകളൊക്കെ ഉണ്ടാവും. മുഖ്തസർ മഅനി പോലെ, ചിലപ്പോൾ മഹല്ലി പോലെ. മഹല്ലിയൊക്കെ ഭയങ്കര കട്ടിയ. ചിലപ്പോൾ നഹ്വ് അൽഫിയ പോലെ, ചിലപ്പോൾ മീറടക്കമുള്ള ഖുതുബി പോലെ, മുഖലേദിസ് പോലെ. അതൊക്കെ ഓതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ഉണ്ടാവും, ചിലപ്പോൾ അടുത്ത സുബക്കിന് ഞങ്ങളെ കാലത്ത്. അപ്പോൾ അവിടുന്ന് തന്നെ ഉസ്താദാണ് എണീറ്റ് പോയാൽ അത് വായിച്ചു കൊടുക്കും, അത് ഓതി കൊടുക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഓർക്കും. അപ്പം നമ്മുടെ വിശദീകരണത്തിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾ പറയും അങ്ങനെയല്ല പറഞ്ഞേ, തിരുത്ത്, അങ്ങനെയല്ല. അപ്പോൾ അത് ക്ലിയർ ആവും. അത് കഴിഞ്ഞ് എണീറ്റ് പോകാൻ ഒരുങ്ങുമ്പോൾ വേറൊരാൾ വരും, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ മൂത്രിക്കാൻ പോയി, ആ കിതാബ് ഒന്നും കൂടി ഓതിക്കൊണ്ട. അപ്പോൾ പിന്നെ ഓതി കൊടുക്കും.
5ഉം 8ഉം വട്ടമൊക്കെ ഒരു ഓതി പഠിച്ച കിതാബ് ഒരു ദിവസം ഓതിക്കൊടുത്തത് എൻ്റെ വയസ്സിൽ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ സഹായത്താൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. കടുകട്ടി കിതാബുകളാണൊക്കെ അങ്ങനെയാണ്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നേട്ടങ്ങൾ കിട്ടും. ഇൽമിനോട് ആത്മാർത്ഥം പുലർത്തണം. ഇൽമി എന്നത് ആദം നബിയുടെ റഅ്സുമാലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ പോയപ്പോൾ അവരുടെ മൂലധനം ഇൽമാണ്. ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോഴും മൂലധനം പറയാം ഇൽമാണ്. മനുഷ്യന്റെ മൂലധനം ഇൽമാണ്. ഇൽമിനേക്കാൾ വലിയൊരു സംഗതിയില്ല. ഏത് തരം ഇൽമിനെയും മനുഷ്യൻ ബഹുമാനിക്കും. ഏതു തരം ഇൽമാണെങ്കിലും മനുഷ്യൻ ബഹുമാനിക്കും. ഏത് തരം ഇൽമിനെയും ബഹുമാനിക്കണം. ഇൽമ പോലെ ഒരു സംഗതിയില്ല. അപ്പൊ ഇന്ന് ഉദ്ഘാടനമാവുകയാണ്. മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഫാത്തിഹ ഓതി തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആത്മാർത്ഥമായി പഠിക്കണം. പറഞ്ഞ സമയം ക്ലാസ്സിൽ ഉത്തരിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഉത്തരവാദിത്വം. അതല്ല ഞങ്ങൾ ഉത്തരവാദിത്വം. പഠിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. നാട്ടിൽ പോകാതെ പഠിക്കുക, പത്രം വായാതെ പഠിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞ ദിവസങ്ങളെ പത്രം വായിച്ചിട്ടുള്ളൂ. ഓതുന്ന കാലത്ത് പത്രം വായിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ചിപ്പോൾ 8-10 കൊല്ലമായിട്ട് പത്രം വായിക്കലേ ഇല്ല. അവൻ്റെ ജീവിതത്തിൽ പത്രം വായിച്ച കാലം കുറവാണ്. വിവരം അറിയാൻ പത്രത്തിൽ വിവരമില്ല, ഇൽമുമില്ല, ഹിക്മത്തുമില്ല, ഇഷ്യൂസാണുള്ളത്. ഇഷ്യൂസ് പറഞ്ഞാൽ ഇതാണ്. വെറുതെ കത്തിക്കുക. മനസ്സിലായില്ല? പത്രത്തിലുണ്ടാവുക ഇഷ്യൂസ്. UDF കത്തിച്ചിട്ട് LDF എതിരാക്കുക, LDF കത്തിച്ചിട്ട് UDF എതിരാക്കുക. ഉമ്മൻചാണ്ടിയെ കത്തിച്ചിട്ട്, ഉമ്മൻചാണ്ടി മരിച്ചില്ലേ, പിണറായി വിജയനെ കത്തിച്ചിട്ട് പറയും സതീശനെതിരാക്കുക. ഇഷ്യൂസ്, ഇൽമില്ല. അതുകൊണ്ട് പത്രം വായിച്ചാൽ കാര്യമല്ല. പത്രം വായിക്കുന്നതിന് പകരം നല്ലൊരു കാര്യമുണ്ട്. മനോരമ ഇയർ ബുക്ക് വന്നു. ഒരു കൊല്ലം നടന്ന പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം അവരെന്ത് ചെയ്യും? ഇയർ ബുക്കിലാക്കിയിട്ട് ഒരു 25-50 ഉറുപ്പിക കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആ കൊല്ലത്ത് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇയർ ബുക്ക് നോക്കി അരമണിക്കൂറിന് മനസ്സിലാക്കാം. അതിന് എന്തിനാണ് നിങ്ങൾ 365 ദിവസം വെറുതെ കളഞ്ഞ്? അറിവ് കിതാബാണ്. കിതാബിൽ നിന്ന് കിതാബ്. ആ കിതാബിന് നോവലാണെങ്കിലും അതിലൊരു അറിവുണ്ടാവും. ചിലപ്പോൾ തെറ്റായിരിക്കും, എന്നാലും അതൊരറിവായിരിക്കും. ഇപ്പം നോവലുകളുണ്ട്, ചില നോവലുകൾ. 21-ാം നൂറ്റാണ്ടിനെ പിടിച്ചു കുലുക്കിയ പ്രധാനപ്പെട്ട നോവൽ എന്താ പറയുക? ഏറ്റവും പ്രധാനപ്പെട്ട ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡാണ്. പല നുണകളും അതിലുണ്ട്, എന്നാൽ അതിലും അറിവുണ്ട്. പുസ്തകത്തിൽ അറിവുണ്ടാവും. അത് നോവലാണെങ്കിൽ അറിവുണ്ടാവും, പുസ്തകത്തിൽ അറിവുണ്ടാവും. അപ്പോൾ എന്താണ് അത്? നിങ്ങൾ അത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് മാനപ്പെട്ട തങ്ങളെ നമ്മളെ മജ്‌ലിസിലേക്ക് നിങ്ങൾക്ക് ഫത്വ തരാൻ വേണ്ടി വരികയാണ്. തങ്ങൾ ഇരുന്നോളെ മക്കളെ, ഇരുന്നോളെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തങ്ങൾ വരുന്നത് വരെ ഒരു 10 മിനിറ്റ് പറയാമെന്ന് വിചാരിച്ചാൽ നേരം ഇല്ല. 1:30 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ഫാത്തിഹ ഓതി തരിക. തങ്ങളൊന്ന് ദ്വാരക്കുക. എല്ലാവർക്കും നാഫിയ ഇൽമ കിട്ടാൻ വേണ്ടിയിട്ട് സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമാണ്. സമയത്തിൻ്റെ വില ഒന്നിനുമില്ല. അപ്പോൾ എന്തിനും നമുക്ക് എന്ത് വേണം? എന്തിനും എന്താ വേണ്ടത്? പറയും, എന്തിനും എന്ത് വേണം? ലക്ഷ്യം. ഞാൻ എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും മുന്നിൽ വെച്ചാൽ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. കാരണം അവർക്ക്, എൻ്റെ ബാപ്പ ഒരു അധ്വാനിയല്ല, എൻ്റെ ഉമ്മ ഒരു സാധുവാണ്. ഇഷ്ടംപോലെ മുതലുണ്ടായിരുന്നു, പക്ഷെ മുതലൊന്നും ബാപ്പ നോക്കൂല, പണിയൊന്നും ബാപ്പ എടുക്കൂല, എടുപ്പിക്കൂല. അപ്പോൾ ഉമ്മക്ക് എന്നും പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഉമ്മാനെ മനസ്സിലാക്കി. അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഉമ്മാനെ സുഖത്തിലെത്തിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ചില ഡ്രൈവർമാരെ, വലിയ ട്രിപ്പർ ലോറിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ മുന്നിൽ ഭാര്യൻ്റെ കുട്ടികളെയും ഫോട്ടോ കൊണ്ടുവയ്ക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്തിനാണ് കൊണ്ടുവയ്ക്കണത്? വല്ലാതെ ഓടിച്ചാൽ വൈകുന്നേരം ഓരോരുത്തർക്ക് എത്തൂല.
എന്ന് പറഞ്ഞവർ മനുഷ്യനൊരു ലക്ഷ്യമാണ്, ഒരു ലക്ഷ്യം മുന്നിൽ വെക്കണം. ഉമ്മാനെ ബാപ്പാനെ ലക്ഷ്യമാക്കുക, അല്ലെങ്കിൽ സമുദായത്തെ ലക്ഷ്യമാക്കുക. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. നബിയെ, അങ്ങ് സ്വയം ഉരുകി തീരും, ഇങ്ങനെ വേദനിക്കണ്ട. ജനങ്ങൾ തിന്മയിലകപ്പെട്ടപ്പോൾ നബി വേദനിച്ചു. വേദന ഒരു സിമ്പലാണ്, ഉമ്മയും ബാപ്പയും ഒരു സിമ്പലാണ്. ഇതിനൊക്കെ മുന്നിൽ വെക്കാതെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഇപ്പൊ ജനങ്ങളൊക്കെ ഹക്കായ മാർഗത്തിൽ നിന്ന് തെറ്റി പോകുമ്പോൾ എനിക്ക് ജനങ്ങളെ ഹക്കായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം എന്നൊരാൾ വിചാരിച്ച് പഠിച്ചാൽ എളുപ്പം പഠിക്കും. എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും എന്നെ കൊണ്ടൊരു സുഖം ഉണ്ടാകും, ഞാൻ വലിയ മുദരിസാകണം, എൻ്റെ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കണം, എൻ്റെ ബാപ്പാക്ക് ഭക്ഷണം, അതൊരു സിമ്പലാണ്, അതൊരു നാട്ടക്കുറ്റിയാണ്. അത് മുന്നിൽ വെച്ച് പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കണം. അങ്ങനെ ലക്ഷ്യബോധമില്ലാതെ പഠിക്കരുത്. ഇവിടെ കൊണ്ടുവന്നാക്കി വാപ്പയും ഉമ്മയും, അതുകൊണ്ട് അങ്ങനെ പഠിക്കരുത്. പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യബോധമാണ്. ആദ്യം നമുക്ക് ദുനിയാവാവും, പിന്നെ ആഖിറം. ഇപ്പം ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്തുള്ള ലക്ഷ്യബോധമല്ല ഇന്നത്തെ ലക്ഷ്യബോധം. ഇന്നിപ്പോൾ ഇസംകുട്ടി മാഷ് നമുക്കൊക്കെ നിങ്ങൾ 10 വർഷം പഠിച്ചാൽ ഞങ്ങൾക്ക് ആഖിറത്തിൽ അത് ഉപകാരമാവുമല്ലോ എന്ന ലക്ഷ്യബോധമാണ്. അത് ലാസ്റ്റ് ലക്ഷ്യബോധമാണ്. അല്ലാഹു അത് ഹക്കായി സ്വീകരിക്കട്ടെ. അപ്പം അത് പിന്നെ ഇനി ഒന്നും കിട്ടണ്ട, എന്താണെങ്കിലും കിട്ടണ്ട, എന്താണെങ്കിലും ബേജാറ് ഇല്ല. നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കൂലി കിട്ടും. നിങ്ങൾ പഠിച്ചാൽ 2 കൂലി കിട്ടും, നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ 1 കൂലി കിട്ടും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തങ്ങൾ വരുന്നവരെ പറഞ്ഞതാണ് പൂർത്തിയാക്കുക. ഇഖ്ലാസ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. എൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുണ്ട്, അവരെ തൊടാൻ ഇബ്ലീസെ നിനക്ക് കഴിയൂല. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ മുഖ്ലസീങ്ങളായ അടിമകളെ ഞാൻ തൊടൂലാന്ന് ഇബ്ലീസ് തന്നെ പറഞ്ഞു. എവിടെ നായത്ത് മോനെ? ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. കണ്ടില്ലേ? ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. പ്രത്യേകക്കാരായ ആളുകളെ ഞാൻ തൊടൂലാൻ ആര് പറഞ്ഞു? പ്രത്യേകക്കാരായ ആളുകളെ ഞാൻ തൊടൂല ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? അൽഹംദുലില്ലാഹ്, നല്ല കുട്ടിയാണ്. മിൻഹുമുൽ മുഖ്ലസീൻ. ഏതാ സൂറത്ത്? ഹിജ്ർ. എത്രാമത്തെ ആയത്താ? 40 അല്ലേ? 40. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഞാൻ എല്ലാവരും ഫബിമാ ഉഗ്വിയന്നഹും അജ്മഈൻ, എല്ലാവരും ഞാൻ പഴപ്പിക്കും. ഇബ്ലീസ് പറയും എല്ലാവരും ഞാൻ പഴപ്പിക്കും. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, ഇഖ്ലാസ് നൽകപ്പെട്ടവനായ നിന്റെ അടിമകളെ ഞാൻ തൊട്ടൂല. അപ്പൊ നമുക്ക് എന്തുണ്ടായാൽ മതി? എന്തുണ്ടായാൽ മതി? ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? അന്നന്ന് ചെയ്യുന്നത് അള്ളാഹിന്റെ വജീഹിന് വേണ്ടി ചെയ്യുക. അപ്പൊ ഈ അടുക്കളയിൽ ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരും. ആ ഭക്ഷണം ഉണ്ടാക്കിയ താത്തമാരുണ്ട്, അവര് ദീൻ പഠിക്കണ കുട്ടികൾക്കാണല്ലോ നല്ല നിലക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതാണ് ഇഖ്ലാസ്. അവരെ ഇബ്ലീസിന് പേടിയില്ല. എന്താണ് ഇഖ്ലാസ്? അവനവൻ ചെയ്യുന്ന പണി ആത്മാർത്ഥമായി ചെയ്യലാണ് എന്ത് ഇഖ്ലാസ്. ഒരു കുപ്പായ അടിച്ചവൻ ഇഖ്ലാസ് ആയ ടൈലർ, ഒരു ഡ്രൈവർ, എന്താണ് അതിന്റെ ഇഖ്ലാസ്? കുത്താതെ പൊട്ടാതെ പരമാവധി വേഗത്തിലും ആളുകൾ ബുദ്ധിമുട്ടാക്കാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ മേൽ പരിധി വിട്ടൊരു കൂലി വാങ്ങാതിരിക്കുക, ഇതാണ് ഇഖ്ലാസ്. അപ്പോൾ അയാളെ തൊടാൻ ആർക്ക് കഴിയില്ല? കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇഖ്ലാസാണ് വേണ്ടത്. ഇഖ്ലാസ് ഉണ്ടോ? തൗഫീഖ് പിന്നിൽ നിന്ന് തെള്ളിത്തരുമടോ എന്ന് പറഞ്ഞിട്ടുണ്ട് താഴ്വ. പിന്നെ തൗഫീഖ് ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളും, പേടിക്കണ്ട. അവൻ്റെ കുട്ടികൾ ഇഖ്ലാസിൽ പഠിക്കുക. എന്താ പഠിക്കുമ്പോൾ ലക്ഷ്യം? പഠിക്കുമ്പോൾ ലക്ഷ്യം തന്നെ, പഠിക്കുമ്പോൾ ലക്ഷ്യം ഞാൻ തന്നെ, അള്ളാഹിൻ്റെ വജീഹിന് വേണ്ടി, ഉമ്മാൻ്റെ ബാപ്പാൻ്റെ പൊരുത്തത്തിന് വേണ്ടി, ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒക്കെ പിന്നെ ആയിക്കോളും. ഇപ്പം ഉമ്മാക്കും ബാപ്പാക്കും കളി പിന്നെ അവിടേക്ക് എത്തും. അതിനും കൂടി ആദ്യം തന്നെ എത്തൂല. എൻ്റെ ഉമ്മാക്ക് ഇതുകൊണ്ട് ഖൈറുണ്ടാണ്, ഞാൻ നല്ല പഠിച്ചൊരു ആലിമായ എൻ്റെ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകും. അങ്ങനെ ഇപ്പം നിയത്തി തളി ഇപ്പം നിയത്തി തളി എന്നിട്ട് പഠിക്കുക.
പിന്നെ ഇങ്ങനെ കയറി 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 പോകും. പിന്നെ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, പിന്നെ അള്ളാഹിൻ്റെ വചനം മേലെയാകാൻ വേണ്ടി എന്നുള്ളത് അവിടെ എത്തും. കണ്ണിയത്തെത്തിയ മതിൽ കണ്ണിയത്തും നേരത്തെ അള്ളാഹിൻ്റെ വചനം വേണ്ടി തുടങ്ങിയതാവൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ എത്തും. പെരയിൽ ദാരിദ്ര്യം വന്നപ്പോൾ കുഴപ്പത്തക്കടിൻ്റെ കബറുങ്ങൾ ഓതിയാൽ 6 അടങ്ങായോ മറ്റോ ആഴ്ചയിൽ നെല്ലിട്ടും. ആ നെല്ലിന് വേണ്ടി വന്ന ആളാണ് ആര്? കണ്ണിയത്ത്. എന്താ പറഞ്ഞേ കുഴപ്പത്തൊടികൻ്റെ കബറുങ്ങൾ ഓതിയാൽ ആഴ്ചയിൽ 6 അടങ്ങായോ മറ്റോ, ഉസ്താദ് പറഞ്ഞൊരു കണക്കാണ്. ഏതായാലും സംഭവം സത്യം ഓതാൻ വേണ്ടി വന്നതാ കണ്ണിയത്ത്. അങ്ങനെ ഓതി ഇടക്കിടക്ക് പള്ളിയിലും വന്ന് ഉത്തരിക്കും. പിന്നെ ഉമ്മാനെ വിളിച്ച് ഉസ്താദ് പറഞ്ഞു, ഇനി നെല്ല് വാങ്ങിക്കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരണ്ട, ഓനിങ്ങി കബറിങ്ങ് ഓതിയാൽ പോരാ, മരിച്ചവർക്ക് ഓതുന്ന പണിയല്ല ഇനി ഓന്, ജീവിച്ചവർക്ക് ഓതി കൊടുക്കുന്ന പണി ഞാൻ ഓനെ എത്തിക്കും. അതുകൊണ്ട് ഓൻ്റെ കബറിങ്ങുന്ന നെല്ല് വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടാന്ന് ഉമ്മാനെ വിളിച്ച് ആര് പറഞ്ഞു? ഉസ്താദ് കുത്തുബിയാണെന്നാണ് എൻ്റെ ഓർമ്മ. കുത്തുബി പറഞ്ഞു. പിന്നെ കണ്ണിയത്ത് അങ്ങോട്ട് പോയില്ല. പിന്നെ ദർസ് പഠിച്ചു. ആ കണ്ണിയത്താണ് കേരളം കണ്ട ഏറ്റവും മഹാനായ നമ്മളെ സമാനിലെ ആലിമ്. തുടങ്ങിയത് എന്തിനാ? ദുനിയാവിൽ. അവസാനം എവിടെ എത്തി? ഹിക്മത്തിൻ്റെ അങ്ങേയത്തെ എത്തി. മനസ്സിലായില്ലേ കുട്ടികളെ? അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ വജഹിന് വേണ്ടി ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് പഠിക്കുക. ഉമ്മയല്ലേ പറഞ്ഞേച്ച് എൻ്റെ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി, എൻ്റെ ബാപ്പാക്ക് ഹൈറുണ്ടാക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ അള്ളാഹു തആല എളുപ്പം അങ്ങനെ ആക്കി കൊടുക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ വലിയ വലിയ പണ്ഡിതന്മാരാവും, നാട് അഭിമാനിക്കും. നിങ്ങളൊരു ആലിമുണ്ടായതുകൊണ്ട് നാട് സന്തോഷിക്കും. എല്ലാവർക്കും സന്തോഷമാണ്. ഒരു ആലിമുണ്ടായ നാടിന്, ആ പരിസരത്തെ സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് വരെ സന്തോഷമാവും. ഒരു നാട്ടിൽ ആരുണ്ടെങ്കിൽ ആലിമുണ്ടെങ്കിൽ. മാളത്തിൽ കിടക്കുന്ന ഉറുമ്പിന് സന്തോഷമാണ് ഒരു ആലിമ് നാട്ടിലുണ്ടെങ്കിൽ. അവിടേക്ക് നിങ്ങളാണ് എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്തും. എൻ്റെ കുട്ടികളൊക്കെ അവിടേക്ക് എത്തും. നല്ല കുട്ടികളാണ്, എനിക്കറിയാം. നിങ്ങൾ നല്ല മക്കളാണ്. നിങ്ങൾ അവിടേക്ക് എത്തും. നിങ്ങൾ അതിനപ്പുറത്തെത്തും ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതിത്തരും. അതെല്ലാവരും കുത്തിരുന്ന് ഓടുക. എന്നിട്ട് 2 വാക്ക് തങ്ങൾ പറയും. എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് വേഗം പിരിയാം. അള്ളാഹു നമ്മളെ കൂടലും പിരിയലും അള്ളാഹിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. എല്ലാം അള്ളാഹു ദാറുൽ ഖുർആന് വേണ്ടി നിങ്ങളൊക്കെ ദുആർക്കുക. അതിന് റിസീവർമാരൊന്നുമില്ല. ഈ സംഘം കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ പൈസ അയച്ചുതരും. അങ്ങനെ അതൊക്കെ നടന്നു പോണ് റബ്ബിൻ്റെ സഹായം കൊണ്ട്. ഇന്ന് വരെ മുട്ടും അടങ്ങേറും അതും ഉണ്ടായിട്ടില്ല. ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അള്ളാഹു തആല ഒരു കടമൊന്നുമില്ലാതെ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നടത്തിക്കുന്നവർക്കും, പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ബാക്കവി ഉസ്താദ് ഇവരൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ശില്പികളാണ്. അവർക്ക് പ്രയാസമൊന്നും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് കൃത്യമായി പഠിപ്പിക്കണമെങ്കിൽ അവരെ വീട്ടിൽ സന്തോഷം ഉണ്ടാകണം. നമ്മളെ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഉസ്സൻകുട്ടി മാഷിയുടെ ഉമ്മ 94 വയസ്സാണ്. അവർക്ക് രോഗമാണ്. അള്ളാഹു ജീവിതം ഖൈറാകുന്ന കാലം അത്രയും ആ ഉമ്മാക്ക് ആഫിയത്തിനെ കൊടുക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയണം. ജീവിതം ഖൈറാവുന്ന കാലം അത്രയും ആ ഉമ്മാക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരണം ഖൈറാവുന്ന കാലത്ത് അള്ളാഹു തആല ഈമാനോടുകൂടിയുള്ള മരണം അവർക്കും നമ്മക്കും അള്ളാഹു തആല തരട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് മുഅ്മിനായി മരിക്കാൻ, മുഅ്മിനത്തായി മരിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണം ഖൈറാവുന്ന കാലത്ത് സമയത്ത് മുഅ്മിനായി മരിക്കാൻ നമുക്കും അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക.